വിവാഹത്തിന് പുഞ്ചിരിയോടെ വരൻ, മൈൻഡ് ചെയ്യാതെ വധുവും. വൈറലായി ഹണിമൂൺ കൊലക്കേസ് വിവാഹ വീഡിയോ. കൃത്യമായ ആസൂത്രണത്തിലൂടെ അണുവിട തെറ്റാതെ നടത്തിയ നീക്കങ്ങളായിരുന്നു മേഘാലയ ഹണിമൂൺ കൊലപാതക കേസ്. കേസ് ചർച്ചയാകുമ്പോൾ രാജ സോനം വിവാഹ വീഡിയോയുടെ ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. കൃത്യമായ ആസൂത്രണത്തിലൂടെ അണുവിട തെറ്റാതെ നടത്തിയ നീക്കങ്ങളായിരുന്നു മേഘാലയ ഹണിമൂൺ കൊലപാതക കേസ്. രാജ്യത്തെ ഞെട്ടിച്ച കൊലപാതക കേസ് ചർച്ചയാകുമ്പോൾ രാജ രഘുവംശിയുടെയും സോനത്തിൻ്റെയും വിവാഹ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. വിവാഹ ദിനത്തിൽ പുഞ്ചിരിയോടെ വളരെ സന്തോഷത്തോടെ രാജ രഘുവംശി വേദിയിൽ ഇരിക്കുന്നതാണ് വീഡിയോ. എന്നാൽ സോനമാകട്ടെ രാജയെ ശ്രദ്ധിക്കുന്നത് കാണാൻ കഴിയില്ല. വൈറലായ ഒരു വീഡിയോയിൽ രാജ വധുവിനെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണാം. എന്നാൽ സോനം യാതൊരുവിധ സ്നേഹപ്രകടനവുമില്ലാതെ രാജയെ ശ്രദ്ധിക്കാതിരിക്കുന്നതും കാണാം. രണ്ടാമത്തെ വീഡിയോ വിവാഹത്തിനു മുമ്പ് രാജയുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചേർന്നെടുത്തൊരു വീഡിയോ ആണ്. ഇതിൽ മറ്റുള്ളവർ സഹോദരിയും അമ്മായിയും ആണെന്നൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം രാജ വളരെ സന്തോഷവാനായി ഞാനാണ് വരൻ എന്നൊക്കെ പറയുന്നതും കാണാം. എക്സ് ഉപയോക്താവായ ബാനുനന്ദാണ് ഈ വീഡിയോ പങ്കിട്ടിരിക്കുന്നത്. തിരിച്ചു വരൂ സഹോദര എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ വൈറലായതിനു പിന്നാലെ എക്സ് ഉപയോക്താക്കൾ ഒന്നാകെ പറയുന്നത് സോനം വിവാഹദിനത്തിൽ സന്തോഷവതിയല്ല എന്നായിരുന്നു. രാജ്യത്തെ ഞെട്ടിച്ച രാജയുടെ കൊലപാതകത്തിൽ ഭാര്യ സോനം രഘുവംശിയാണ് മുഖ്യപ്രതി. സോനവുമായി ബന്ധമുണ്ടായിരുന്ന രാജ് കുഷ്വാഹയാണ് കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ. കാമുകനുമായി ചേർന്നുള്ള ഗൂഢാലോചനയെ തുടർന്നാണ് രാജയെ കൊലപ്പെടുത്തിയത്. തട്ടിക്കൊണ്ടുപോകൽ, അപ്രതീക്ഷിതമായ തിരോധാനം എന്നിങ്ങനെ വിവിധ വശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ആദ്യം അന്വേഷണം നടത്തിയത്. തൻ്റെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ എത്തിയ അക്രമി സംഘത്തിനോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ലെന്നുമാണ് സോനം പറഞ്ഞിരുന്നത്. തന്നെ മയക്കുമരുന്ന് നൽകി ആരോ ഗാസിയാബാദിൽ എത്തിച്ചുവെന്നും താൻ ഇരയാണെന്നും സോനം അവകാശപ്പെട്ടിരുന്നു. മെയ് 11 തീയതിയായിരുന്നു രാജയും സോനവും തമ്മിലുള്ള വിവാഹം. മെയ് 23 മേഘാലയയിൽ മധുവിധുവിന് എത്തിയതിനു പിന്നാലെ ദമ്പതിമാരെ കാണാതായി. 10 ദിവസത്തിന് ശേഷമാണ് രാജയുടെ മൃതദേഹം വെയ്സാൻഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ നിന്ന് കണ്ടെത്തുന്നത്. വാടകയ്ക്കെടുത്ത സ്കൂട്ടറും അവിടെ നിന്ന് ലഭിച്ചിരുന്നു. രാജയുടെ മോതിരവും മാലയുമടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതിനാൽ കവർച്ച ലക്ഷ്യമാക്കിയാകും കൊലപാതകം നടന്നതെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. മൃതദേഹത്തിന് സമീപം തകർത്ത നിലയിൽ മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു. തൻ്റെ സഹോദരൻ്റെ കടയിൽ ജോലി ചെയ്തിരുന്ന രാജ് കുഷ്വാഹ എന്ന യുവാവുമായി സോനം അടുപ്പത്തിലായിരുന്നു. ഇയാളുമായി ബന്ധം തുടരുന്നതിനായി ഭർത്താവിനെ മേഘാലയയിൽ വെച്ച് കൊലപ്പെടുത്തുവാൻ സോനം പദ്ധതിയിട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. സോനം ആവശ്യപ്പെട്ടത് പ്രകാരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചാണ് രാജ മധുവിധുവിന് എത്തിയത്. രാജ ആഭരണവും ധരിച്ച് പോകുന്നതിനെ വീട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ സോനം പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നതെന്നും അവൾക്ക് അങ്ങനെയാണ് തന്നെ കാണാൻ ആഗ്രഹമെന്നും രാജ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. ഡയമണ്ട്, സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 10 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, യാത്ര കഴിഞ്ഞുള്ള മടക്ക ടിക്കറ്റ് സോനം എടുത്തിരുന്നില്ല. ഷില്ലോങ് എന്ന സ്ഥലം തീരുമാനിച്ചതും യാത്രയിൽ ഉടനീളം ബുക്കിങ്ങും മറ്റു കാര്യങ്ങളുമെല്ലാം തീരുമാനിച്ചതും സോനം തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. ചെമ്മാടുകാർക്കിതാ ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.